ഒന്ന് നിർത്തണത് എപ്പോ തുടങ്ങിയ അച്ഛയുടെ പ്രാക്ടീസ് ചെയ്യണ അച്ഛൻ എന്താണ് ഇത് വെച്ച് നോക്കണേന് അച്ഛന്റെ പണി നോക്കി പോയി കിടന്നേ ഒരു വർക്കും ചെയ്യിക്കൂല ഒരു നിർത്തിക്കാൻ വന്നേക്കണ ഒരാള് ആദ്യം തൊട്ട് വെച്ചേടാ ഉണ്ണി നിർത്തിയേ അതെ നീ എന്തൊക്കെയായിരുന്നു കാണിക്കണ നീ അങ്ങനെ ബനിയന്റെ ഉള്ളിൽ ചൊറിയുമ്പോഴും പോയ പോലെ ആയിരുന്നു കാണിക്കണ്ട ആ സ്റ്റെപ്പുകൾ കറക്റ്റ് ആയിട്ട് നോക്ക് കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു തന്ന പോലെ വെക്ക് നാളെ പ്രോഗ്രാം ഉള്ളതാണ് 1 2 3 4 പ്രാന്തനൊക്കെ ഇത് പഠിപ്പിച്ചു വരുമ്പോഴേക്കും ഞാൻ ആവശ്യതയായി പോകും എന്താ എന്ത് പറയണെന്നാണ് ഈ പറഞ്ഞത് അത് നിർത്തണില്ല അതൊരു വർക്ക് പഠിക്കാണ് ഞങ്ങള് എന്താ ചെയ്യാൻ പോണ ഡാൻസ് പരിപാടിയാണ് അച്ഛനായി പോയി അല്ല അച്ഛൻ ഞാനൊരു 100 വട്ടം പറഞ്ഞിട്ടുണ്ട് എന്റെ ഫ്രണ്ട്സിന്റെ മുമ്പിൽ വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്തിരുന്നു എന്റെ ഇഷ്ടത്തിനെങ്ങാനും വന്ന് ഇടപെട്ടാലുണ്ടല്ലോ പാടില്ലെങ്കിൽ എവിടെയെങ്കിലും മൂലൊക്കെ കടന്നോളണം മരുന്നും ഭക്ഷണം ഒക്കെ കൊടുക്കുന്നുണ്ട് എന്നിട്ടും വന്നേക്കാണ് അധികാരവും പറഞ്ഞ് എനിക്ക് ഭ്രാന്തരെ ചവിട്ടി കൂടി ആ മൂലക്കാനിടും ഞാൻ ഒരാളുണ്ടല്ല സെഞ്ചുറി അടിച്ച് കിടക്കുന്ന തന്ത നിങ്ങളുടെ തന്ത 100 വയസ്സായത് അയാളുടെ അടുത്ത് പോയി എടുക്ക് എന്റെ അടുത്ത് വേണ്ടത് എന്താ ചെയ്യണ്ട നീ പാട്ട് വെച്ചേ നിങ്ങൾ വന്ന് ചവിട്ടി കൂട്ടി ഞാൻ പറ്റൂലൊക്കെ ഇറങ്ങി പോയിക്കോ കേട്ടാ ഇവിടെ നിക്കണമെന്നില്ല എനിക്കൊരപ്പനുണ്ടായിരുന്നു കുന്ത് കാണണം കടൽ കാണണം കാട് കാണണം എന്നൊക്കെ പറയും കടൽ കാണാൻ ഒരു ദിവസം കൊണ്ടുപോയി ഞാൻ തിരിച്ചു വന്നു അച്ഛൻ കടൽ കണ്ടുകൊണ്ടിരുന്നു എവിടാന്ന് അറിയില്ല നാളെ പ്രോഗ്രാം ഉള്ളതാണ് ജീവിച്ചു മതിയായി അച്ഛ അവരുണ്ടല്ലോ വ്യാരി അവരൊക്കെ എന്തിനാ വളർത്തിയുണ്ടാക്കിയെന്ന് ഞാൻ ആലോചിക്കണേ വയസ്സായ ആൾക്കാരാണെന്നുള്ള ഒരു ധാരണ അവന് തന്നെയല്ല ഒരാൾ ഒന്ന് മിണ്ടി പറയാൻ കുറച്ചു നേരം എന്തെങ്കിലും ഒന്ന് പറഞ്ഞിരിക്കാൻ ഒരാൾക്കും നേരല്ല ഒന്ന് മിണ്ടി സംസാരിക്കാൻ കൊതിയാവുക അവന്റെ ഈ പ്രായമൊക്കെ കഴിഞ്ഞ നമ്മളൊക്കെ വന്നെന്നുള്ള ഒരു ധാരണ അവനുണ്ടാവണ്ടേ അതില്ല വർത്താനം കേട്ടാ സഹിക്കില്ല സഹിക്കില്ല മതിയായി അതാ നിന്റെ വിഷമം അതാ വിഷമം ശീതള അച്ഛന് നിനക്ക് ഓർമ്മയുണ്ടോ ഇല്ല നീ അതിന് സമ്മതിച്ചില്ല ആ കാര്യം വിഷമിക്കണ്ട ഈ മുറി നീ വേണമെന്ന് പറഞ്ഞു വാശി പിടിച്ചിട്ടിട്ട് എന്തായാലും ഇവിടെ വന്നു ശീതള ഈ മുറി നീ എടുത്തോ അച്ഛനിന് അധിക കാലമൊന്നുമില്ല നമ്മളെ ഭൂമിയിൽ എന്ത് കാണിച്ചാലും
അതിനുള്ളത് നമുക്ക് ഇവിടുന്ന് കിട്ടും. നല്ലത് കൊടുത്താ നല്ലത് കിട്ടും. പൊട്ട കൊടുത്താ അത് അനുഭവിക്കേണ്ടി വരും.